ഇന്ന് സഭയായി മെഡിക്കൽ മിഷൻ ദിനമായിട്ട് ആചരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ വേദഭാഗങ്ങളെല്ലാം അതുമായി ബന്ധപ്പെട്ടതായിരുന്നു. കർത്താവിൻ്റെ സൗഖ്യദായക ശുശ്രൂഷയിൽ സഭയ്ക്കുള്ള പങ്ക് ഓർക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണിതൊക്കെ. എന്നാൽ അതുപോലെ തന്നെ ഒരു പ്രധാനമുള്ള ദിവസമാണിന്ന്. മാറാനായ പെരുന്നാളുകളിൽ പ്രധാനപ്പെട്ട ഒരു പെരുന്നാളായ ദേവാലയ പ്രവേശനം എന്ന പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസമാണിന്ന്. നമ്മുടെ സഭയുടെ ഭരണഘടന അനുസരിച്ച് മാറാനായ പെരുന്നാളുകൾ, കർത്താവിനെ സംബന്ധിക്കുന്ന പെരുന്നാളുകൾ ഒരു കാരണവശാലും മാറ്റപ്പെടാൻ പാടില്ലാത്തതാണ് എന്ന് നമ്മൾ ആഘോഷിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഈ ഭാഗം തിരഞ്ഞെടുക്കാൻ ഞാൻ തയ്യാറായത്. കർത്താവിൻ്റെ ദേവാലയത്തിലേക്കുള്ള ആദ്യത്തെ പ്രവേശനത്തെ ഓർക്കുന്ന ദിവസമാണ് ഫെബ്രുവരി 2. ഇന്ന് രണ്ടും ഒരുമിച്ച് വന്നതുകൊണ്ടാണ് ഇപ്രകാരമായി പോയത്. ഈ ദിവസം കർത്താവിനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന സന്ദർഭം, അതാണ് ഇന്ന് പാഠഭാഗമായി നാം വായിച്ചു കേട്ടത്. ദൈവത്തിൻ്റെ മന്ദിരമായി തീർക്കുവാൻ മന്ദിരമായിരിക്കുന്നവൻ മന്ദിരത്തിൽ പ്രവേശിക്കുന്നു. ദൈവാലയത്തിലേക്കുള്ള പ്രവേശനത്തെ ഇങ്ങനെയാണ് ഓർക്കുന്നത്. കർത്താവിനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച ദിവസം എന്നുള്ളതിൽ കാഴ്ചവെച്ച പെരുന്നാൾ എന്ന രീതിയിൽ പല നാളുകളിൽ ഇത് പറയാറുണ്ട്. മായൽത്തോ പ്രവേശനത്തിൻ്റെ പെരുന്നാൾ എന്ന് ആഘോഷിക്കാറുണ്ട്. ദൈവം മോശയിലൂടെ നൽകിയ നിയമം അനുസരിക്കുന്ന ദൈവപുത്രനെയാണ് നമ്മൾ കാണുന്നത്. നിയമം നൽകിയവൻ നിയമത്തിന് വിധേയനായി നിയമം അനുസരിക്കുന്നു. ദേവാലയ പ്രവേശനം എന്ന് പറയുമ്പോൾ കർത്താവ് ദേവാലയത്തിൽ പ്രവേശിച്ച 2-3 സന്ദർഭങ്ങൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കുന്ന നല്ലതാണ്. ഒന്ന്, നാം ഇന്ന് വായിച്ച കർത്താവ് ആദ്യമായി ദേവാലയത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട സന്ദർഭം. രണ്ടാമത് നമ്മൾ ഓർക്കുന്നത് ബാലനായ യേശു മാതാപിതാക്കളോടൊപ്പം പെസഹ പെരുന്നാൾ ആചരിക്കുന്നതിന് വേണ്ടി ന്യായപ്രമാണത്തിൻ്റെ പുത്രൻ എന്നുള്ള പദവിയിൽ ദൈവാലയത്തേക്ക് പ്രവേശിക്കുന്ന ഒരു സന്ദർഭം. പിന്നീട് കൃത്യമായിട്ട് ഓർക്കാവുന്നത് യെരുശലേമിലേക്കുള്ള എഴുന്നള്ളത്തിനോടൊപ്പം ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് ദേവാലയം ശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം. ഇതെല്ലാം കർത്താവിൻ്റെ ദേവാലയ പ്രവേശനവുമായി ഒരുമിച്ച് ചേർത്ത് വായിക്കുന്നതിന് നമുക്ക് സാധിക്കും. നാം ആദ്യമായി ഇപ്പോൾ വായിച്ചു കേട്ട വേദഭാഗത്തിൽ യഹൂദ നിയമപ്രകാരം ഒരു ആൺ പൈതൽ ജനിക്കുമ്പോൾ അവരുടെ നിയമപ്രകാരമുള്ള ശുദ്ധീകരണ കാലത്തിന് ശേഷം 40 ദിവസം കഴിയുമ്പോൾ ദേവാലയത്തിൽ ഈ പൈതലിനെ സമർപ്പിക്കുന്നതിനും യാഗം കഴിക്കുന്നതിനുമായി മാതാപിതാക്കൾ അവനെ കൊണ്ടുവരുന്നു. ലേവ്യ പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ആടിനെയാണ് യാഗവസ്തുവായി അന്ന് കൊണ്ടുവരേണ്ടത്. എന്നാൽ നിവൃത്തിയില്ലാത്തവർക്ക്, അത് താങ്ങാൻ സാധിക്കാത്തവർക്ക് കുറുപ്രാവിനെയോ ചങ്ങാലിയെയോ ഒക്കെ ദൈവസന്നിധിയിൽ യാഗമായി അർപ്പിക്കാം. ഇവിടെ കർത്താവിൻ്റെ ഐഹിക ജീവിതത്തിൻ്റെ സന്ദർഭത്തിലുണ്ടായിരുന്ന ഒരു തീരെ നിസ്സാര അവസ്ഥയെയും നിസ്സാരമായ ജീവിത സാഹചര്യങ്ങളിൽ മറ്റുള്ളവരെ പോലെ അത്ര കഴിവോടുകൂടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കാത്ത ഒരു കുടുംബത്തിൻ്റെ ഭാഗമായാണ്
കർത്താവ് ലോകത്തിൽ വന്ന് ജനിച്ചതും ജീവിച്ചതും പ്രവർത്തിച്ചതുമെന്ന് വേദപുസ്തകം സാക്ഷിക്കുന്നു. കർത്താവിൻ്റെ നിവൃത്തിയില്ലായ്മയെ, ദാരിദ്ര്യത്തെ, എളിമയോടുകൂടിയുള്ള ജീവിതത്തെ എല്ലാം മനസ്സിലാക്കുന്നതിന് ഈ ഒരു കാഴ്ചയുടെ അനുഭവം തന്നെ മതിയാകും. ദൈവത്തിൻ്റെ മന്ദിരമായവൻ നമ്മെ ദൈവത്തിൻ്റെ മന്ദിരമാക്കുവാൻ ദൈവത്തിൻ്റെ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുന്നു. ദേവാലയത്തിൽ തന്നെ സമർപ്പിക്കുന്നു. ഈ വളരെ നിസ്സാരനായ കർത്താവ് പൈതലായി ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ അവനെ സ്വീകരിക്കുന്നതിനും ദൈവസന്നിധിയിൽ അവനെ പുകഴ്ത്തുന്നതിനും രണ്ടുപേർ ദേവാലയത്തിൽ കാത്തിരിക്കുന്നുവെന്ന് നമ്മൾ കാണുന്നു. ഇസ്രായേലിൻ്റെ ഒരു വലിയ പ്രതീക്ഷയായി ഈ നിസ്സാരനായ പൈതൽ മാറുന്നു എന്ന് പ്രവാചക ദർശനത്തോടെ കാണുന്നതിനെ, മനസ്സിലാക്കുന്നതിനെ ഈ ദൈവത്തിൽ ആശ്രയിക്കുന്ന ശിമയോനും ഹന്ന പ്രവാചിക്കും സാധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മുതിർന്ന തലമുറയുടെ ഉത്തരവാദിത്വം ഈ പൈതൽ ആരായിത്തീരുന്നുവെന്നും സമൂഹത്തിൻ്റെ, ജനതയുടെ പ്രതീക്ഷയായി മാറുന്നുവെന്ന് തിരിച്ചറിയുന്നതിനും സാധിക്കുമ്പോഴാണ് ഒരു തലമുറ വ്യക്തതയോടുകൂടെ ദൈവഹിതമനുസരിച്ച് മുന്നോട്ട് പോകുന്നതിന് സാധിക്കുന്നത്. ഇവിടെ നാം കുടുംബവർഷമായി ഈ വർഷത്തെ വേർതിരിച്ചിരിക്കുകയാണ്. കുടുംബത്തിൽ, സമൂഹത്തിൽ, സഭയിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്ഥാനം, അവർ ദൈവവചനത്തിൽ ദൈവകൃപയ്ക്കനുസരിച്ച് വളർന്നു വരേണ്ടതിൻ്റെ ആവശ്യകത, ഇത് നാം എന്നും ഓർക്കേണ്ടതാണ്. എപ്പോഴാണ് അങ്ങനെ സാധിക്കുക എന്ന് ചോദിച്ചാൽ, ദർശനമുള്ള കണ്ണുകളോടെ കുഞ്ഞുങ്ങളെയും സമൂഹത്തെയും നോക്കിക്കാണുന്നതിന് സാധിക്കുമ്പോൾ ഈ പൈതൽ ആരായിത്തീരും എന്ന് പറയുന്നതിന്, ഈ പൈതങ്ങളാണ് നാളെയുടെ വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നതിന് നമുക്ക് സാധിക്കും. ദർശനം അധികമില്ലാത്ത കാലം എന്നാണ് ശമൂവേൽ ബാലൻ ജനിക്കുന്ന കാലത്തെക്കുറിച്ച് വേദപുസ്തകം സാക്ഷീകരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെയാണ്. ദർശനങ്ങൾ അധികമില്ലാത്ത ഈ കാലത്ത് ദൈവിക ദർശനത്തോടുകൂടെ ഓരോ കുഞ്ഞിനെയും നോക്കിക്കാണുവാൻ, ഓരോരുത്തരെയും മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ഇടവകയുടെ, സമൂഹത്തിൻ്റെ, സഭയുടെ ഭാവി ശോഭനമായി തീരും എന്ന് പറയുന്നത് നമുക്ക് സാധിക്കും. ഈ പൈതലിനെ ഏന്തിക്കൊണ്ട് ശിമയോൻ പറയുന്നു, ഇപ്പോൾ നാഥ നീ സമാധാനത്തോടെ എന്നെ പറഞ്ഞയക്കണം. കാരണം ഇസ്രായേലിൻ്റെ രക്ഷയായ ഈ പൈതലിനെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. ഓരോരുത്തരെയും, ഓരോ പൈതലിനെയും ദൈവത്തിൻ്റെ രക്ഷയുടെ അനുഭവമായി, അടയാളമായി തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ഏറ്റവും നിസ്സാരനായവൻ, ഏറ്റവും വേണ്ട വിധത്തിൽ കാഴ്ച സമർപ്പിക്കാൻ സാധ്യമല്ലാത്തവൻ, എങ്ങനെ ഈ നിസ്സാരനായവൻ ദൈവസന്നിധിയിൽ ഏറ്റവും വലിയവനായിട്ട് തീരുന്നതിന് സാധിക്കും? അതാണ് ദർശനത്തിൻ്റെ പ്രത്യേകത. നിക്ക് എന്ന് പറയുന്ന ഒരു സുവിശേഷ പ്രവർത്തനയെക്കുറിച്ച് നമ്മൾ പലരെല്ലാവരും കേട്ടിട്ടുണ്ട്. ജനിച്ച സമയം മുതൽ കൈകളും കാലുകളും ഇല്ലാത്തവനാണ്. എന്നാൽ അദ്ദേഹത്തെ ജനിച്ച സമയത്ത് തന്നെ ഈ പൈതൽ എന്തായിത്തീരുമെന്ന് പലരും പറഞ്ഞതാണ്. എന്നാൽ അദ്ദേഹം ഇപ്പോൾ പറയുന്നത്, ദൈവത്തിൻ്റെ
അപാരമായ കൃപ എന്നെ വഴി നടത്തുന്നു. എന്തായിത്തീരും, എങ്ങനെയായിത്തീരും എന്നുള്ള ചോദ്യങ്ങൾക്കുത്തരം ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കപ്പെടുമ്പോൾ ദൈവം വളരെ വലിയ കൃപകളോടെ വലിയ സാധ്യതയായി നമ്മൾ ഓരോരുത്തരും വളർത്തുക എന്നുള്ളതാണ്. മുതിർന്ന തലമുറയുടെ ചുമതലയാണ് ദൈവത്തിൻ്റെ അനന്തമായ സാധ്യതകളെ നമ്മുടെ കുഞ്ഞുങ്ങളിൽ, നമ്മുടെ വരുന്ന തലമുറയിൽ കാണുക എന്നുള്ളത്. ദൈവാലയത്തിലേക്ക് പ്രവേശിക്കുന്നവൻ പിന്നീട് ദൈവാലയമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 12-ാമത്തെ വയസ്സിൽ കർത്താവ് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ തൻ്റെ മാതാപിതാക്കളുടെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് പറയാൻ സാധിക്കുന്നത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലിരിക്കേണ്ടവനാകുന്നുവല്ലോ. എന്താണ്, എവിടെയാണ് ഞാൻ ആയിരിക്കേണ്ടത് എന്ന് തിരിച്ചറിയുന്നത് കുടുംബത്തിൽ, ദൈവാലയത്തിൽ അവനെ സമർപ്പിക്കപ്പെട്ടപ്പോഴും. ഓരോ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം അവനെ ന്യായപ്രമാണം സ്ഥിരമായി ശരിയായി പഠിപ്പിക്കുകയും ചെയ്തപ്പോഴാണ്. അതുകൊണ്ടാണ് യേശുവിനെ കാണാതെ പോയപ്പോഴും യാത്ര ചെയ്ത് തിരിച്ചു വന്നപ്പോൾ ഒരു പെരുന്നാളിൽ എന്തെല്ലാം കാഴ്ചകളാണ്, എന്തെല്ലാം കണ്ണഞ്ചിപ്പിക്കുന്ന സംവിധാനങ്ങളാണ് ഓരോരുത്തരെ ആകർഷിക്കുക, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ. എന്നാൽ ദൈവാലയത്തിൽ സമർപ്പിക്കപ്പെട്ട, ദൈവവചനം പഠിച്ചു വളർന്ന കർത്താവിനെ അവർ കാണുന്നത് ഈ ന്യായശാസ്ത്രികളോടുകൂടെ ഈ ന്യായപ്രമാണം ചർച്ച ചെയ്ത് അവൻ്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം കൂടുന്ന ഒരു വലിയ പണ്ഡിത സാന്നിധ്യത്തിലാണ്. കാരണം ദൈവാലയത്തിൽ സമർപ്പിക്കപ്പെട്ടവൻ, ദൈവവചനം പഠിച്ചവൻ, ഇതാ ദൈവാലയമാണ് എൻ്റെ ഭവനം എന്ന് തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലിരിക്കേണ്ടതാണല്ലോ. ഇതാണ് എൻ്റെ പിതാവിൻ്റെ ഭവനം, ഇതാണ് എൻ്റെ ഭവനം. ഇത് തിരിച്ചറിയുന്നതിന് ഈ പൈതലിന് സാധിക്കുന്നത് സമർപ്പിക്കപ്പെട്ട ബാല്യമുള്ളത് കൊണ്ടാണ്. ഈ പൈതൽ പിന്നീട് പറയുന്നത് എന്താണ് ദൈവത്തിൻ്റെ മന്ദിരം. ദൈവത്തിൻ്റെ മന്ദിരം പറയുന്നു, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസം കൊണ്ട് ഇതിനെ പണിയും. എന്നിട്ട് പറയുന്നു, തൻ്റെ ശരീരമാകുന്ന മന്ദിരത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. കർത്താവിൽ പ്രിയരെ, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മന്ദിരമാണ് എന്ന് വേദോസ് നമ്മളെ പഠിപ്പിക്കുന്നു. എങ്ങനെയാണ് മന്ദിരമായി തീരുന്നതിന് സാധിക്കുന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി നമ്മളെ തീർക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ മന്ദിരമായി നമുക്ക് ആയിത്തീരുവാൻ നമുക്ക് സാധ്യമായി തീരുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായ മന്ദിരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെയാണ്. നമ്മുടെ ജീവിതങ്ങൾ ഒരുമിച്ച് കൂടുന്ന ആലയത്തെയാണ് നമ്മൾ ദൈവാലയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദൈവാലയത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ ദൈവമന്ദിരത്തിൻ്റെ ഭാഗമായി തീരുന്നത്. ദൈവത്തിൻ്റെ മന്ദിരമായി മാറുന്ന ഈ അനുഭവമാണ് കർത്താവിനെ ദേവാലയത്തിൽ സമർപ്പിച്ച മാതാപിതാക്കൾക്കും സമർപ്പിക്കപ്പെട്ട പൈതലിനും ദൈവകൃപയോടെ വളരുന്നതിന് സാധ്യമാകുന്നത്. അവിടെയാണ് മന്ദിരത്തിൽ അശുദ്ധി വരുമ്പോൾ വിശുദ്ധീകരിക്കണമെന്നുള്ള ബോധ്യമുണ്ടാകുന്നത്. കർത്താവിനെ ദൈവാലയത്തിൽ കാണുമ്പോൾ കർത്താവ് പറയുന്നത്, എൻ്റെ പിതാവിൻ്റെ ആലയം പ്രാർത്ഥനാലയമാണ്, അതിനെ നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു.
ദൈവാലയവുമായി ബന്ധപ്പെട്ട് കർത്താവിനെ കാണുമ്പോഴൊക്കെയും അവിടെയുള്ള ദൈവഹിതത്തിന് വിരുദ്ധമായ എല്ലാ പ്രവർത്തനങ്ങളോടും കലഹിക്കുന്ന കർത്താവിനെയാണ് നമ്മൾ കാണുന്നത്. ദൈവത്തിൻ്റെ മന്ദിരത്തെ വിശുദ്ധീകരിക്കുന്ന കർത്താവിനെ നമ്മൾ കാണുമ്പോൾ നമ്മൾ പറഞ്ഞു, ദൈവത്തിൻ്റെ മന്ദിരം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. ഈ സമർപ്പിക്കപ്പെട്ടവൻ മന്ദിരമായി തീരുകയാണ്. ഈ സമർപ്പിക്കപ്പെട്ട ദൈവവചനം പഠിച്ചു വളർന്നവൻ ദൈവത്തിൻ്റെ മന്ദിരമായിട്ട് തീരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ മന്ദിരത്തിൽ അശുദ്ധി കയറി വരുമ്പോൾ, ഈ മന്ദിരത്തിൽ അശുദ്ധമായി തീരുമ്പോൾ, ഇത് ശുദ്ധീകരിക്കേണ്ട ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ദൈവാലയത്തിൽ അടുത്ത് വരുന്നവൻ ദൈവാലയത്തിൻ്റെ ചിട്ടവട്ടകൾ പാലിക്കുവാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ടാണ് ദൈവാലയത്തിൽ വിഹിതമല്ലാത്ത കാര്യങ്ങളെ കർത്താവ് എതിർക്കുന്നത്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിലും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലുമാണ് നമുക്ക് ദൈവമന്ദിരത്തിൻ്റെ അനുഭവക്കാരായി തീരുന്നതിന് സാധിക്കുക. യോഹന്നാൻ പറയുന്നു, ദൈവമായിട്ടുള്ള ബന്ധം ശരിയാണ് എന്ന് തിരിച്ചറിയുന്നത് സഹോദരനുമായിട്ടുള്ള ബന്ധം എപ്രകാരം ശരിയാകുന്നു അപ്പോൾ മാത്രമാണ്. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. അതുകൊണ്ട് കർത്താൽ പ്രിയരെ, നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന് പറയുമ്പോൾ, നമ്മൾ സമർപ്പിക്കപ്പെട്ടവരാണെന്ന് പറയുമ്പോൾ, നമ്മുടെ ജീവിതം കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ വിശുദ്ധീകരിക്കപ്പെട്ട ദൈവത്തിൻ്റെ മന്ദിരമായി തീരുന്നുണ്ടോ? നമ്മുടെ മാമോദിസ ശുശ്രൂഷയുടെ ഒരു പ്രാർത്ഥന ഇപ്രകാരമാണ്: ഇവൾ പിശാചുക്കളുടെ വാസസ്ഥലമല്ലോ, പിന്നെയോ ദൈവത്തിൻ്റെ മന്ദിരം തന്നെയായിരിക്കാൻ. അതിനുവേണ്ടിയാണ് മാമോദിസായിലൂടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് വേർതിരിക്കപ്പെട്ടവരായി സഭയുടെ അംഗങ്ങളായി നമ്മൾ തീർന്നിരിക്കുന്നത്. ഈ പൈതലിൽ നിന്ന് തുടങ്ങി വളർന്നു വന്ന് ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും ദൈവത്തിൻ്റെ മന്ദിരമായി തീരുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. പല വിധത്തിലാണല്ലോ ദൈവത്തിൻ്റെ മന്ദിരമായി നമ്മൾ നിലനിൽക്കുന്നത്. ജീവിതത്തിൽ കർത്താവിനോട് കൂടെ ചേർന്നുള്ള ജീവിതാനുഭവം, അത് വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെയാകാം, വ്യക്തിപരമായി ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മൾ നിലനിൽക്കുന്നതിലൂടെ കർത്താവിൻ്റെ മന്ദിരമായി, കുടുംബമായി നിലനിൽക്കാൻ നമുക്ക് സാധിക്കുന്നു. കുടുംബ പ്രാർത്ഥനയിലൂടെ ദൈവസന്നിധിയിൽ അടുത്ത് വരുമ്പോൾ ദൈവത്തിൻ്റെ മന്ദിരമായി നമ്മൾ നിലനിൽക്കുന്നു. ഒരുമിച്ചുള്ള കൂട്ടായ്മ, ആരാധന, ഇതുപോലെയുള്ള കൺവെൻഷൻ യോഗങ്ങളിൽ നമ്മൾ ആയിത്തീരുമ്പോൾ ദൈവത്തിൻ്റെ മന്ദിരമായി നിലനിൽക്കുന്നതിന് നമുക്ക് സാധിക്കുന്നു. കർത്താൽ പ്രിയരെ, ഇത് യഥാർത്ഥമായി നമുക്ക് ദൈവഹിതത്തിനനുസരിച്ച് ദൈവത്തിൻ്റെ മന്ദിരമായി നിലനിൽക്കുന്ന നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. കാരണം തുറന്ന വേദപുസ്തകത്തിന് അടിസ്ഥാനമായി നവീകരിക്കപ്പെട്ടൊരു സഭയുടെ അംഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. നവീകരിക്കപ്പെട്ട സഭയുടെ അംഗങ്ങളെ ഒരു കാലത്ത് പറഞ്ഞിരുന്നത് അവർ നവീകരണക്കാരാണ്, മർത്തമ്മക്കാരാണ്. ഒരിക്കലും മദ്യപിക്കുകയില്ല, ദോഷം പ്രവർത്തിക്കുകയില്ല, കൂട്ടുകാരന് വിരോധമായി ഒരു കാര്യവും ചെയ്യുകയില്ല. ഇത് ഒരു കാലത്ത് നവീകരണ ക്രിസ്ത്യാനികളെക്കുറിച്ച്, നമ്മളെക്കുറിച്ചുള്ളൊരു സാക്ഷ്യമായിരുന്നു. ഇപ്പോൾ ഈ സാക്ഷ്യം അതുപോലെ നിലനിർത്തുന്നതിന് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ എന്ത് ഉത്തരം പറവാൻ നമുക്ക് സാധിക്കും? ഒരു
വർഷത്തെ ഈ കുന്നംകുളം മലബാർ ഭദ്രാസന കൺവെൻഷൻസിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ എത്തുകയാണ്. നമ്മുടെ ചോദ്യം, നമുക്ക് നമ്മുടെ സാക്ഷ്യം ഇതുപോലെ നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ? നമ്മൾ സമർപ്പിക്കപ്പെട്ടവരാണ്, ദൈവവചനത്തിൽ വളർത്തപ്പെട്ടവരാണ്, ദൈവാലയത്തിൽ സ്ഥിരമായി സഞ്ചരിക്കുന്നവരാണ്, ആരാധിക്കുന്നവരാണ്, പങ്കുകാരാകുന്നവരാണ്. എങ്ങനെയാണ് നമ്മുടെ സാക്ഷ്യം നിലനിൽക്കുന്നത്? പലപ്പോൾ നമുക്ക് ചില സാക്ഷ്യങ്ങളെയൊക്കെ പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമായിരിക്കും. കരവിൽ ചെറിയാച്ചനെ പോലെയോ ചില സുവിശേഷകരെ പോലെയോ വളരെ കാര്യമായി കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച ആളുകളെ പോലെയോ ഉള്ളവരെയൊക്കെ നമുക്ക് ദൈവസന്നിധിയിൽ നോക്കിക്കാണുന്നതിനും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമായിരിക്കും. എന്നാൽ ദൈവം നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കുമ്പോൾ, മറ്റുള്ളവർ നമ്മളെ നോക്കുമ്പോൾ, ഈ സമർപ്പിക്കപ്പെട്ട ജീവിതം ഇപ്പോഴും അതേ സാക്ഷ്യത്തോടെ നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ്. അതുകൊണ്ട് കർത്താവിൽ പ്രിയരെ, പൈതങ്ങൾ ദൈവസന്നിധിയിൽ വരട്ടെ, അവരെ സമർപ്പിക്കപ്പെട്ടവരായി വളരട്ടെ. ഈ പൈതൽ ആരായിത്തീരുമെന്ന് നമുക്ക് പ്രവചിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും ദൈവത്തിന് അവനെക്കുറിച്ച് വലിയ ഉദ്ദേശമുണ്ടെന്നുള്ള രീതിയിൽ നോക്കിക്കാണുന്നതിന് അവനെയും നമ്മളെയും ഒരുപോലെ ദൈവത്തിൻ്റെ മന്ദിരമായി സമൂഹത്തിൽ, സഭയിൽ നിലനിർത്തുന്നതിന് നമുക്ക് ദൈവസന്നിധി നമ്മളെ സമർപ്പിക്കാം. ദൈവവചന പഠനത്തിലൂടെ, കർത്താവിനോട് ഒരുമിച്ചുള്ള ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ മന്ദിരമായി വളരുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരും സഹായിക്കട്ടെ. കഴിഞ്ഞ മാരാമൻ കൺവെൻഷനിൽ കുട്ടികളുടെ യോഗം കഴിഞ്ഞ് ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഒരു പൈതൽ എൻ്റെ അടുത്ത് വന്നു. 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലാണ് അവൻ പഠിക്കുന്നത്. എന്നോട് ഞാൻ ചോദിച്ചു, എന്താണ് നിൻ്റെ പേര്? അവൻ പറഞ്ഞു, എൻ്റെ പേര് ആബേൽ എന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എടാ കായീൻ എന്തിയെ? അവൻ ചോദിച്ചു, കായീനോ? ഇതെന്ത് സ്വന്തമാ? അപ്പോൾ ഞാൻ പറഞ്ഞു, കായീനെ കണ്ടുപിടിച്ചിട്ട് വരണം. ഞാനത് മറന്നുപോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്നു, തിരുമേനി ഞാൻ കായീനെ കണ്ടുപിടിച്ചു. അപ്പം ചോദിച്ചു, അതെന്താ? അതെ, കായീൻ എന്ന് പറഞ്ഞാൽ ആബേലിൻ്റെ സഹോദരനാണ്. ആബേലിനെ കായീൻ കൊന്നു. ഇതാണ് കഥ. അപ്പം ഞാൻ ചോദിച്ചത് ആര് പറഞ്ഞു തന്നു? ഞാൻ വീട്ടിൽ പോയി അമ്മയോട് ചോദിച്ചു. അമ്മ ഇതെല്ലാം എനിക്ക് പറഞ്ഞു തന്നു. നമ്മുടെ ചെറിയ കുട്ടികളുടെ ചെറിയ സംശയങ്ങൾ വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ അവരെ പ്രാപ്തരാക്കുന്നു. നമുക്ക് കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിപ്പിക്കാം, വളർത്താം, സമർപ്പിക്കാം. അവർ ദൈവത്തിൻ്റെ മന്ദിരമാണെന്നുള്ള ബോധ്യത്തോടു കൂടെ, നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാണെന്നുള്ള ബോധ്യത്തോടു കൂടെ നമ്മളെ സമർപ്പിക്കപ്പെട്ട ജീവിതം ദൈവഹിതാനുസരണം മുന്നോട്ട് പോകുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.